മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന 6 വരി ദേശീയപാത തകർന്നു വീണ സംഭവത്തിൽ വിദഗ്ധ പരിശോധന നടത്തും. ദേശീയപാത അതോറിറ്റി നിയോഗിച്ച 3 പേരടങ്ങുന്ന സ്വതന്ത്ര വിദഗ്ധ സംഘം നാളെ സ്ഥലത്തെത്തുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. KT സ്വാലിഹുണ്ട്. സ്വാലിഹ്, വിവരങ്ങൾ. കൂരിയാടാണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് നിർമ്മാണത്തിലുള്ള 6 വരി പാത തകർന്നു വീണത്. ഇത് വലിയ ഗൗരവപ്പെട്ട അപകടമാണ് എന്നാണ് ഇന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ കമ്പനിയും ഒപ്പം ജനപ്രതിനിധികളും എല്ലാം ഉൾപ്പെട്ട യോഗത്തിനു ശേഷം ജില്ലാ കളക്ടർ പറഞ്ഞത്. വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായിരിക്കുന്നത്. ഇത് വിദഗ്ധ സംഘം, സ്വതന്ത്ര വിദഗ്ധ സംഘം ഇക്കാര്യങ്ങൾ പരിശോധിക്കും. 3 അംഗ സംഘമാണ്. നാളെ തന്നെ കൂരിയാടെത്തും. അതിനുശേഷം നാളെ വൈകിട്ട് തന്നെ റിപ്പോർട്ട് നൽകും. അതനുസരിച്ചായിരിക്കും തുടർ നടപടികളെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. അതോടൊപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവർ വയലിൽ മണ്ണ് മാറിപ്പോയതാണ്, തെന്നി നീങ്ങിപ്പോയതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടാവാനുണ്ടായ കാരണമെന്നാണ് അവർ വിശദീകരിക്കുന്നത്. മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ വയലിലൂടെ കടന്നു പോകുന്ന ഭാഗത്ത് അതിനാവശ്യമനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നാളെ നടത്തുന്ന പരിശോധനയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാവും. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് ജില്ലാ കളക്ടർ യോഗത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വലിയ ഗതാഗത നിയന്ത്രണം ഈ ഭാഗത്ത് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നവരും കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നവരുമൊക്കെ ഈ പ്രധാന പാത ഒഴിവാക്കി യാത്ര ചെയ്യണമെന്ന നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തലപ്പാറയിൽ ഈ അപകടം നടന്നതിൻ്റെ 4 കിലോമീറ്റർ മാറി തലപ്പാറയിലും റോഡിന് വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥലം കൂടി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഈ വയലുകളിലും മറ്റും താഴ്ഭാഗം വലിയ ഉറപ്പിൽ നിർമ്മിച്ചിട്ടില്ല, കോൺക്രീറ്റ് നൽകാത്തത്. മണ്ണ് വലിയ ഭാരം വരുമ്പോൾ ഇത് ഈ വയലിലേക്ക് ഒഴുകിപ്പോവുകയാണ്. അതാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീണ് ഈ 6 വരി പാത ഒന്നാകെ ഇടിഞ്ഞു വീഴാനുണ്ടായ സാഹചര്യങ്ങൾ എന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. ഏതായാലും ഇത് വലിയ ഗൗരവപ്പെട്ട അപകടമാണ്. ഇതിന് പരിഹാരമുണ്ടാക്കണം എന്ന് ഈ യോഗത്തിനു ശേഷം ഈ പ്രദേശത്തെ MLA കൂടിയായ PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. MLA മാരും അതോടൊപ്പം തന്നെ ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഭാഗങ്ങളിലെ ജില്ലയിലെ MLA മാരെല്ലാം തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു.